ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് 2 സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ആദ്യം തന്നെ എക്സാം പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു എക്സാം പേപ്പർ 4ആക്കി കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു 5-6 ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി എക്സാം പേപ്പറിന് പകരം ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നോർമൽ നോട്ട്ബുക്കിന്റെ പേജോ ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാ പേപ്പേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പറിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ആദ്യം. എന്നിട്ട് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്തിരി കട്ടിയുള്ള പേപ്പറൊക്കെ ആണെങ്കിൽ ഫെവിക്കോളായിരിക്കും ഒട്ടിക്കാൻ ഒന്നും കൂടി എളുപ്പം. സാധാ എക്സാം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നോർമൽ ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്തിരി ടൈമൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലൂ കൊണ്ടും പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നുണ്ട്. ഇനി അടുത്തൊരു പേപ്പറിന്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം അടുത്തൊരു സൈഡ് ഈ ഒരു ഭാഗത്തോട്ടായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഒട്ടിച്ച ഭാഗത്തിന് സെൻറ്ററിലാക്കിയിട്ട് 2 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കി വരുന്ന എല്ലാ പേപ്പേഴ്സും ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 15 പേപ്പറോളം ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. വലിപ്പത്തിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടിക്കൊടുക്കുക കുറച്ച് കൊടുക്കുക ഒക്കെ ചെയ്യുക. ഇനി ഈ മടക്കി വെച്ച പേപ്പറിൽ നിന്നും ഒന്നിനെ ഇതുപോലെ ഒന്ന് സെൻറ്ററാക്കി മടക്കി കൊടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സിനെയും ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഈ പേപ്പറിന്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അടുത്തൊരു പേപ്പറിന്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിന് മുകളിലായിട്ട് അടുത്തൊരു പേപ്പർ ഒട്ടിക്കുക. ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിൽ 4-5 പേപ്പേഴ്സ് വീതം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ സ്റ്റെപ്പായി ഒട്ടിച്ചു കഴിഞ്ഞ ശേഷം ഈ ഒരു ഒട്ടിച്ചെടുത്ത പേപ്പറിന്റെ മുകൾ ഭാഗത്തായിട്ട് ഏത് ഷേപ്പാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പിനനുസരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4-5 പേപ്പർ വീതം ഒട്ടിച്ചെടുക്കുന്നത്. മൊത്തത്തിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ഇപ്പോൾ കട്ട് ചെയ്ത പേപ്പേഴ്സിന്റെ അതേ അളവിൽ തന്നെ ബാക്കി വരുന്ന പേപ്പേഴ്സും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പേപ്പറിന്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഒന്നിന് മുകളിൽ ഒന്നായി വരുന്ന രീതിയിൽ ഓരോ പേപ്പറിന്റെ സെറ്റും ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാം ഒട്ടിച്ചെടുത്ത ശേഷം നന്നായി തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പേപ്പർ സെറ്റിന്റെ മുകളിലും താഴ്ഭാഗത്തും ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനൊന്ന് തിരിച്ചു വെച്ച ശേഷം ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് നിവർത്തി ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഓരോ പേപ്പേഴ്സിന്റെ ഉള്ളിലും ഇതുപോലെ കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പെൻസിലോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് നിവർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർ ഇവിടെ റെഡിയായി. ഇനി അടുത്തൊരു സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കത്തിന്റെ കവറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു കവറിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരം ഏത് പേപ്പേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഒരു പേപ്പർ എടുത്ത ശേഷം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പേപ്പറിന്റെ ഒരു ഭാഗത്തൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടുത്തൊരു സൈഡ് ഇതിലോട്ടൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒട്ടിച്ച ഭാഗം സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ 2 സൈഡിൽ നിന്നും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തൊരു പേപ്പറും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ബാക്കി വരുന്ന എല്ലാ പേപ്പേഴ്സും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഈ മടക്കിയെടുത്ത പേപ്പറിന്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് അടുത്ത മടക്കി വെച്ച ഒരു പേപ്പറിന്റെ സെറ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ 4-5 പേപ്പേഴ്സ് വീതം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ 3-4 സെറ്റായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ മറന്നിട്ട് എല്ലാ സെറ്റും കൂടെ വീണ്ടും ഒരുമിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന ടൈമിൽ
അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പേപ്പേഴ്സും ഒന്ന് ഒട്ടിച്ചെടുത്ത ശേഷം ഇതുപോലെ ആ പേപ്പറിന്റെ സെൻറ്റർ ഭാഗം ഒന്ന് ആദ്യം ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ അളന്നെടുത്ത സെൻറ്റർ ഭാഗത്തിന്റെ താഴോട്ടായിട്ട് ഒരു 2 സെന്റിമീറ്റർ വീതം 2 സൈഡിൽ നിന്നും ഒന്ന് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ചെരിച്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ലൈൻ കൊടുത്ത ശേഷം അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഇതേ അളവില് ഇതുപോലെ തന്നെ എല്ലാ പേപ്പറിന്റെ സെറ്റുകളും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു കട്ട് ചെയ്തതിന്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം അതിന് തമ്മിൽ വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒട്ടിച്ചെടുത്തതിന്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് തിരിച്ചു വെച്ച ശേഷം ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് വിടർത്തി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്ത ശേഷം ഈ ഓരോ പേപ്പേഴ്സിന്റെ ഉള്ളിലും നേരത്തെ ചെയ്ത പോലെ തന്നെ പെൻസിലോ അല്ലെങ്കിൽ കയ്യോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ഇത്തിരി ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാറും ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.